ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവും, നീ നടക്ക്. ഇതാണ് ആ വീട്. വീട് പഴയതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുള്ള ഏരിയയാണ്. കുഴലുണ്ട്, കിണറുണ്ട്, നല്ല വെള്ളമുള്ള ഏരിയ. ഇത് ഒഴിവാക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം. നോക്കട്ടെ, പറ്റുമെങ്കിൽ എടുക്കാം. വരി കേറി വരി. പിന്നെ സ്ഥലമൊക്കെ എനിക്ക് ബോധിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടാളോടും പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ തീരുമാനിക്കട്ടെ. റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുകൂട്ടർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കച്ചവടം നടക്കും. ഞാനൊരു തീരുമാനം പറയാം, അതിലാണ്ട് ഉറപ്പിക്കുക. ഏതായാലും നിങ്ങൾക്ക് സ്ഥലം പോയിച്ചല്ലോ, ഞാനത് ഉറപ്പിച്ചു. ഓക്കെ ഓക്കെ, എന്നാൽ ക്യാഷ് കൊണ്ട് കൊടുത്തോളൂ. വേണമെങ്കിൽ എണ്ണി നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പിന്നെ എല്ലാവരും ഇതിലൊന്ന് ഒപ്പിട്ടോളൂ. ഇവിടെ എവിടെയാണ് സാർ? മണി സാക്ഷ്യപ്പെടാണ്. ഇവിടെ കൂടി ഇതാ. സാക്ഷി ഒന്ന് ഒപ്പിട്ടോളൂ കേട്ടോ. ആ ഇതാ ഇവിടെ. ആ നിങ്ങളോ? ആ വരൂ വരൂ, ഇരിക്ക്. ഇന്ന് എവിടെയും പോയില്ലേ? ഒരു കല്യാണ്ട്, ഫുഡ് കഴിക്കാറുമ്പോൾ പോയ പോരെ? അത് മതി. ഇപ്പം കല്യാണം കഴിക്കലല്ലേ പ്രധാനം. ഇപ്പോൾ എത്ര പൊടി പൊടിച്ച കല്യാണമാണെങ്കിലും 2 മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ ഉണ്ടാവില്ല. അതാണ് ശരി. എന്തപ്പോൾ രണ്ടാളും ഇറങ്ങി? നമുക്കേ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യണ്ടേ? കരാർ എഴുതിയിട്ടിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ്. നിങ്ങൾ 2 ലക്ഷം അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കായിരുന്നു. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആലിക്ക പറയണത്. ഞാൻ എന്താ പറയാ, വക്കീൽ പറഞ്ഞ രേഖകൾ കൊണ്ടുവരൂ, അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ അടിയാധാരം അയാൾ എടുത്തു തന്നു. പിന്നെ പട്ടയം ബുക്ക് ചെയ്തതിൻ്റെ പേപ്പറും അയാൾ തന്നിട്ടുണ്ട്. ഇനി എന്താ തടസ്സം എന്നാണ് പാലിക്ക ചോദിക്കുന്നത്. പട്ടയം കിട്ടിയില്ലല്ലോ, ഒരു 5 ലക്ഷം രൂപ മാറ്റി വെക്കേണ്ടി വരും. പട്ടയം കിട്ടുമ്പോൾ ആ കാശ് തിരിച്ചു തരാം. അത് നമുക്ക് സംസാരിക്കാം. ഒരു 2 ലക്ഷം രൂപ പിടിച്ചാൽ മതി. പട്ടയം വേഗം കിട്ടാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. ഇനി എന്താ പ്രശ്നം? നിങ്ങളിങ്ങനെ ബ്രോക്കർമാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വക്കീൽ പറഞ്ഞൊന്നും ഓർമ്മയില്ലേ? അതിന്റെ അടിരേഖയിൽ ഒരു മൈനർ സ്വത്തുണ്ട്. ആ മൈനറെ കൊണ്ട് ഒപ്പിടിക്കണം. ആ മൈനർ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല. അവരന്ന് ഈ സ്ഥലം വിറ്റിട്ട് നാട് വിട്ടു പോയതാ. ഇപ്പൊ എവിടെ എന്താന്നുള്ളത് ഒരു പിടിയില്ല. ഇനി ആ മൈനർ കിട്ടിയാൽ തന്നെ ഒപ്പിടുമെന്ന് സംശയ. അന്ന് ആലിക്ക ദുഷ്ട അവരെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കിയതാണ്. എനിക്ക് ഈ സ്ഥലം നാളെ വിൽക്കാനുള്ളതാ. ശരി, ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ ശരി. ആ ശരി ശരി.
സംഭവം പ്രശ്നമാണ്. മൈനർ സ്വത്താ, മൈനർ സ്വത്ത്. നാളെ ഈ മൈനർ വന്ന് അവകാശം ചോദിച്ചാൽ എന്ത് ചെയ്യും? ഭൂമി സംബന്ധമായിട്ടുള്ള ഏത് കുരുക്കളും അയക്കുന്ന ആളല്ലേ താൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ശരിയാണ്. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ കേസുകളും എൻ്റെ അടുത്താണ് വരാറ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ മോൻ്റെ പെരപ്പണി നടക്കുകയാണ്. പിന്നെ അവൻ്റെ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിയത്. അവനൊരു കണ്ണിച്ചോറില്ലാത്ത മനുഷ്യനാ. വെറുതെ ഈ പാവത്തിനെ ബുദ്ധിമുട്ടിക്കാണ്. എങ്കിൽ പിന്നെ അയാളോട് പോകാൻ പറ. മറ്റാർക്കെങ്കിലും വിറ്റൂടെ ഈ സ്ഥലം? അതല്ലേ രസം. അവിടെയുള്ള മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കല്ലേ ഇയാളെ സ്ഥലം എടുത്തിറക്കണേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും നടന്നില്ലെങ്കിൽ അവസാനമായി നിങ്ങൾ അവരുടെ കാല് പിടിക്കേണ്ടി വരും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ രജിസ്റ്റർ നടന്നിട്ടാൽ മതി. ഹലോ, അതെ നജീബാണ്. ഞാൻ ഡ്രൈവിങ്ങിലാ. എവിടേക്കാണ് വരേണ്ടത്? ഓക്കെ ഞാൻ വരാം അപ്പോൾ. ഹലോ, ആരില്ല ഇവിടെ? ആരെയും കാണാനില്ലല്ലോ. തള്ളിയും മക്കളതിൻ്റെ ഉള്ളിലുണ്ട്. വരാഞ്ഞിട്ടാ വാതിൽ ചവിട്ടി പഠിക്കേണ്ടി വരും. മര്യാദയ്ക്ക് വാതിൽ പറഞ്ഞോളേ. എന്തടി എനക്ക് വലിയ ആൾക്കാർ മടി? എന്താ എൻ്റെ ഉദ്ദേശം? ഈ സ്ഥലത്തിൻ്റെ പേരിൽ ഏഷ്യായിട്ട് ആഴ്ച കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇറങ്ങിക്കൊള്ളണം, ഇറങ്ങണം. എൻ്റെ ആങ്ങളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓൻ്റെ കൂടെ പോയിക്കോളാം ഞാൻ. കഴിഞ്ഞ ആഴ്ച ഇതന്നെ പറഞ്ഞ്. എവിടെ എൻ്റെ ആങ്ങളാ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറക്കോ, അല്ലെങ്കിൽ അന്നെ മക്കളും ഇവിടെ അടിച്ചിറക്കും. ഒരാഴ്ച കൂടി സമയം തരാം. അതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇറങ്ങിക്കോളുണ്ട്. ഇവർ പറഞ്ഞോണ്ട് ഒരാഴ്ച കൂടി തരാം. ഇനി എന്നാണ്ട് വരുത്തരുത്. പാടാ പോവാ. ഉമ്മ, നമ്മളെവിടേക്കാ പോണേ? മാമൻ്റെ വരയിലേക്ക് പോവാം. വേറെ വഴിയില്ല മക്കളെ. എൻ്റെ മോൻ വലുതായ പറ്റുമെങ്കിൽ നമ്മുടെ വീടും പറമ്പും തിരിച്ചു പിടിക്കണം. യാത്രയായി യാത്രയായി പിറന്ന നാടും വീടും വിട്ടവർ യാത്രയായി. ഹായ്. ആ, നജീബ് വരൂ, ഇരിക്കൂ. ആ, കുടിക്കാൻ ചായ കാപ്പിയോ? എന്തായാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ലല്ലേ? 2 കാപ്പി. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടോ? ഉണ്ട് സാർ. ചിക്കൻ്റെ? ആ, അത് 2 ഓക്കെ. എൻ്റെ പേര് പ്രസാദ്. ആധാരമെടുത്താണ് ജോലി. നിങ്ങളറിയാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം. നജീബ് ഇപ്പോൾ എവിടെയാ? ദുബായിലാണോ? അതെ, ദുബായിലാണ്. അവിടെ ഒരു ഷോപ്പുണ്ട്. ആ, എന്താ കാണണമെന്ന് പറഞ്ഞേ? നിങ്ങളല്ലേ നമ്മുടെ ആലിക്കാൻ്റെ സ്ഥലം എടുത്തത്? ആ 50 സെൻറ്റ്. അതെ, ഞാൻ തന്നെ. അതിലൊന്ന് 2 ഇഷ്യൂസ് ഉണ്ട്, അതാ പെൻഡിങ്ങിൽ വെച്ചത്. അതിലൊരു മൈനർ ഒപ്പിടാണ്ടല്ലേ? അതെ അതെ അതെ. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ആ മൈനറെ ഞാൻ കണ്ടുപിടിച്ചു. വളരെ സന്തോഷം. അപ്പം എങ്ങനെയാ കാര്യങ്ങൾ? ഇനി മുന്നോട്ട് പോവല്ലേ? അല്ല, ഉപ്പാക്ക് എന്തായിരുന്നു അസുഖം? ക്യാൻസർ ആയിരുന്നു. ഓഹോ, ബ്ലേഡുകാരനായിരുന്ന അലി ചികിത്സയ്ക്കായി നിങ്ങളുടെ ഉപ്പായെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉണ്ട്. ഒടുവിൽ നിങ്ങളുടെ ആ സ്ഥലം അയാൾ തട്ടിയെടുത്തു.
ഉപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഈ നാട് വിട്ടു. ആട്ടി ഒടിച്ചു എന്ന് പറയുന്നതാണ് ശരി. പിന്നെ കുറേ നാൾ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ കട്ടയെ കിടന്ന് കതിരായി. അയാളൊരു ഫ്രോഡാണ്, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാനൊരു തീരുമാനം പറയാം. ഒരു 2 ലക്ഷം പട്ടയത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. പിന്നെ മൈനർക്ക് 1 ലക്ഷം, അങ്ങനെ 3 ലക്ഷം മാറ്റി വയ്ക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. രജിസ്റ്റർ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിനി രജിസ്റ്ററിന് കാണാം. എന്തായാലും സ്ഥലമൊന്ന് കാണട്ടെ. ഹലോ, നീ എവിടെ പോയി കിടക്കാണ്? അതവന് ഇപ്പം എത്തി. വേഗം വായോ. ഒരു ചൊറ പിടിച്ച ഒരു രജിസ്റ്റർ ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. കാണാം. എന്താ അവിടെക്കണ്? ഇങ്ങോട്ട് കയറിയിരിക്കാം. ഏയ്, ഇവിടെ നിൽക്കുന്ന സുഖം. ഇത് മതി. ഇപ്പൊ സമാധാനമായില്ലേ? രജിസ്റ്റർ കഴിഞ്ഞല്ലോ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഇത് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. പിന്നെ ഒരു കാര്യം, ഒരാഴ്ചക്കകം ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരും. അത് മകൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് മാറാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഇവിടെ കുറച്ചു കാലം താമസിക്കണം. അത് കഴിഞ്ഞ് അത് പൊളിച്ചു കളയാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യും. ഇപ്പോൾ ഈ സ്ഥലം ഈ നിൽക്കുന്ന നജീബിൻ്റെതാണ്. ഇനി നജീബ് തീരുമാനിക്കണം. ഒരാഴ്ചക്കകം നിങ്ങൾ ഇവിടുന്ന് ഒഴിയണം. അതാണ് എൻ്റെ തീരുമാനം. ചതിക്കല്ല മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്കൊന്ന് 2 മാസത്തെ അവകാശം വേണം. എൻ്റെ മോനെ പോലെ നിന്നെ ഞാൻ കാണുന്നത്. ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാട്ടിയിറക്കി വിട്ടില്ലേ ഒരു ഉമ്മയും 2 മക്കളെയും? അതിൽ മൂത്ത മകനാണ് ഈ നജീബ്.